അതായത് വയനാട്ടിലെ ചൂരൽമലയിൽ 2024 ജൂലൈ 30 ദുരന്തത്തെ തുടർന്നുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിവേഗം കേരളത്തിലെ ഗവൺമെൻറ് എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കൂട്ടിയിണക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒട്ടേറെ ഘട്ടത്തിൽ ചൂരൽമലയിലെ മനുഷ്യരെ ആശങ്കപ്പെടുത്താൻ ബോധപൂർവം അജണ്ട തീരുമാനിച്ചിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ നടന്നു. ആ സത്യങ്ങളെല്ലാം ജനങ്ങൾ അറിയിക്കുന്ന വജ്ഞയോടെ തള്ളിക്കളയുകയും യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. എന്നാൽ ഇപ്പോൾ തെറ്റായ വിധത്തിൽ ഇവിടെ ജീവനോപാധി എന്ന വിധത്തിൽ ചൂരൽമലയിലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം 300 രൂപ വീതമുള്ള സഹായം ഒരു കുടുംബത്തിലെ 2 പേർക്ക് വരെ വിതരണം ചെയ്യാവുന്ന ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യാവുന്ന സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചുവെന്നും ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുമുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ചൂരൽമലയിൽ മാത്രമല്ല, ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ STRFലെ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമികമായി 3 മാസം വരെ അവരുടെ ജീവനോപാധികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തിലെ 2 മുതിർന്ന അംഗങ്ങൾക്ക് 300 രൂപ വീതം നൽകാവുന്ന വിധത്തിലുള്ള സഹായങ്ങളിലാണ് ജൂലൈ 30 ഈ ദുരന്തമുണ്ടായ ഉടനെ ആഗസ്റ്റ് മാസം മുതൽ നമ്മൾ ശ്രമം നടത്തിയത്. പിന്നീട് 3 മാസക്കാലത്തേക്ക് കൂടി അത് വർദ്ധിപ്പിച്ചു. വീണ്ടും ജീവനോപാധി ഒരു ജോലി ലഭ്യമാകും വരെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ആദ്യം ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുത്തുവെങ്കിലും പിന്നീട് അർഹരായവരെ കണ്ടെത്തി അത്തരം ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ 2025 വരെ കൃത്യമായി ജീവനോപാധി 9,000 രൂപ വെച്ച് കൊടുത്തതാണ്. 3 മാസക്കാലത്തെ ആദ്യം, പിന്നെ വീണ്ടും 3 മാസക്കാലം, പിന്നെ 9 മാസക്കാലം, അങ്ങനെ 12 മാസക്കാലം ആദ്യം 3 മാസക്കാലം കൊടുത്തു തീർന്നിട്ടും ജൂലൈ 30 ഉണ്ടായ ദുരന്തത്തിലെ ഇത്തരം വീടുകളിലുള്ള ദുരന്തബാധിതരായിട്ടുള്ള ആളുകളിലെ ഒരു കുടുംബത്തിലെ 2 പേർക്ക് വീതം 656 കുടുംബങ്ങളിലെ 1185 ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ മാസം വരെയും ആ പണം കൊടുത്തിരുന്നതാണ്. നമുക്ക് 4ാമത്തെ തവണ മുതൽ 3 മാസക്കാലം കഴിഞ്ഞ് 4ാമത്തെ തവണ മുതൽ 631 കുടുംബങ്ങളിൽ ആരംഭിച്ച് പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് 656 കുടുംബങ്ങളിലെ 1185 കുടുംബങ്ങൾക്ക് ഡിസംബർ മാസം വരെ ഈ പണം കൊടുത്തതാണ്. സാധാരണ നിലയിൽ അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ ഉണ്ടാക്കുക. ഇപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി മാസത്തിലേക്ക് കടന്നു. ഡിസംബർ മാസം വരെയാണ് അവർക്ക് ലഭ്യമാകുന്ന പണത്തിൻ്റെ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ജനുവരി മാസത്തെ തുക കൊടുക്കാനുള്ള ഓർഡർ ജനുവരി മാസം പുറത്തിറക്കും. അവിടെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന തീയതി വരെ ഇത്തരം ആളുകൾക്ക് 2 കുടുംബാംഗങ്ങൾക്ക് ഒരു മാസം 300 രൂപ കൊടുക്കാം എന്നുള്ള സഹായം ഒരു മടിയുമില്ലാതെ ഇനിയും 3 മാസക്കാലത്തേക്ക് കൂടി നീട്ടാൻ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി മാസം തന്നെ ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങും. ജനുവരി മാസത്തെ തന്നെ ആ പണം കൊടുക്കാനുള്ള നടപടിയെടുക്കും. ഈ കരുതൽ ചെറുതല്ല. ഈ ഇനത്തിൽ മാത്രം 15,64,10,000 രൂപ ദുരന്തബാധിതർക്കായി ഈ അക്കൗണ്ടിൽ മാത്രം നമ്മൾ വിതരണം ചെയ്തു. അതായത് പുതിയ വർഷത്തെ 2026 എന്ന പുതിയ വർഷത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് 2026 മാസത്തിൽ തന്നെ പുറത്തിറക്കും എന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരാശങ്കയും ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല. ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായി പ്രചരിപ്പിച്ചല്ലോ. ഈ ദുരന്തബാധിതരെ 2024 ജൂലൈ 30 ദുരന്തത്തിൽ ഓഗസ്റ്റ് 24 പിന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചപ്പോൾ അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 6,000 രൂപയുടെ വാടക 3 മാസക്കാലം കൊണ്ട് തീരും എന്ന് പ്രഖ്യാപിച്ചല്ലേ. എന്നാൽ 2024 ആഗസ്റ്റ് മാസം 813 പേർക്ക് കൊടുത്തിട്ടുള്ള 6,000 രൂപയുടെ വാടക ഈ 2025 അവരവരുടെ വീടുകളിലേക്ക് അവർ തിരിച്ചു പോയി കഴിഞ്ഞ് ബാക്കിയുള്ള 425 പേർക്കും ഡിസംബർ മാസവും ആ വാടക കൊടുത്തു. 1.5 വർഷക്കാലമായി ആ വാടക കൊടുക്കുന്നതിൽ ഒരു കുറവും കേരളത്തിലെ ഗവൺമെൻറ് ആ കാര്യത്തിൽ വരുത്തിയിട്ടില്ല, ഇനി വരുത്താനും ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴാണോ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത് ആ കാലം വരെ ആ പണം കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. അവിടെ നിർമ്മിക്കാൻ പോകുന്ന പുതിയ നഗരം
19-ാം തീയതി ഞാൻ വീണ്ടും അവിടെ സന്ദർശിക്കുന്നുണ്ട്. തുടർച്ചയായി കേരളത്തിലെ ഗവൺമെൻറ് പരിശോധിച്ചും പരിഗണിച്ചും അത് നോക്കി വരികയാണ്. ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് 259 വീടുകളിൽ 2 നിലയും വാർപ്പ് പൂർത്തീകരിച്ചു. 300 വീടുകളിലേക്ക് കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 312 ഇടങ്ങളിൽ ഫൗണ്ടേഷൻ പൂർണ്ണമായും രൂപീകരിച്ചു കഴിഞ്ഞു. അവിടെ 410 വീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ 410 വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനം ഇടക്കാലത്ത് മഴയുണ്ടായതൊഴിച്ചാൽ കൃത്യമായി അവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു തടസ്സവും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ഫേസ് 1-ഉം ഫേസ് 2A-യും ഫേസ് 2B-യും സെക്കൻഡ് അപ്പീലും കഴിഞ്ഞ് 15 ലക്ഷം രൂപ വീതമുള്ള പണം മേടിച്ചു പോയ 104 പേരും ഇനി മേടിക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ള 8 പേരും കഴിച്ചാൽ 325 പേരാണ് ആ ലിസ്റ്റിൽ നമ്മുടെ മുമ്പിലുള്ളത്. അവർക്ക് പൂർണ്ണമായിട്ടും വീട് കൊടുക്കുമെന്ന് മാത്രമല്ല, ആ ലിസ്റ്റിൽ ഇനി അപ്പീലുകളിലൂടെ വരുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാനുള്ള കൃത്യമായ കണക്കോടെ അവിടെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ട് വരികയാണല്ലോ. ആ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആശങ്കയുണ്ടാകേണ്ട പ്രശ്നം എന്താണ്? 2025 ജൂലൈ മാസം 30-ാം തീയതി, 24 അല്ല, 2025 ജൂലൈ മാസം 30-ാം തീയതിയാണ് ചൂരൽമലയിലെ കച്ചവടക്കാർക്ക് സഹായം കൊടുക്കാവുന്ന വിധത്തിൽ അവരുടെ നഷ്ടപരിഹാരം സർക്കാർ CMDRF-ൽ നിന്ന് പണം കൊടുക്കും എന്ന ആലോചന നടത്തിയത്. കച്ചവടക്കാർക്ക് പണം കിട്ടിയില്ല എന്ന വിധത്തിലും ആശങ്കകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അന്ന് ആ തീരുമാനമെടുത്തതിന് ശേഷം ചൂരൽമലയിലെ തകർന്ന കച്ചവടക്കാർ, അവർക്ക് നഷ്ടപ്പെട്ട സംഖ്യ, പുനർനിർമ്മാണത്തിന് അവർക്ക് കൊടുക്കാവുന്ന നിയമപരമായിട്ടുള്ള സംഖ്യ, ഇതെല്ലാം കണക്കുകൂട്ടി CMDRF തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട തുകയെപ്പറ്റി വ്യവസായ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള കണക്ക്, എസ്റ്റിമേറ്റ് സർക്കാരിൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. അത് പരിശോധിച്ചാൽ ഏറ്റവും പെട്ടെന്ന് കഴിയുമെങ്കിൽ ജനുവരി മാസം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടിക്രമവും കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കും. ഏത് ദുരന്തത്തിനാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു മോഡൽ അവകാശപ്പെടാൻ പറ്റുക? 12ഉം 15ഉം മാസക്കാലം നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനോപാധി കൊടുത്ത് ഏതെങ്കിലും ദുരന്തം കേരളത്തിലോ കേരളത്തിൻ്റെ പുറത്തോ ഉണ്ടായതായി ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ? ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ചൂരൽമലയിൽ തന്നെ മേപ്പാടി കൽപ്പറ്റ നഗരത്തിൽ തന്നെ സ്വന്തമായൊരു നഗരം കേരള ചരിത്രത്തിൽ ആദ്യമല്ലേ? അവസാനത്തെ ആളെയും പുനരധിവസിപ്പിക്കും വരെ വാടക കൊടുക്കാനുള്ളൊരു സംവിധാനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമല്ലേ? എത്ര കൃത്യതയോടുകൂടിയാണ് ആ നടപടിക്രമങ്ങൾക്ക് ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത്? എന്നിട്ടും കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളിൽ ഒരു വരി പോലും സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഉജ്ജീവന പദ്ധതിയിലൂടെ പ്രളയത്തിന് കൊടുത്ത ചില സഹായങ്ങൾ ഒഴിച്ചാൽ കച്ചവടക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടപരിഹാരം ഇതിനു മുമ്പ് ഒരിടത്തും കൊടുത്തതായി കേരളത്തിന് അറിയില്ല. അതാണിപ്പോൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ ബോധപൂർവം ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ എല്ലാ അവസരവും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതികൾക്ക് മാറ്റം ഉണ്ടാകണം എന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ വിപുലീകരണം ഇപ്പോൾ ഒരു ഗൗരവപ്പെട്ട പ്രശ്നമായി അവിടെ വരികയാണ്. 5 സൈറൻ കൂടി സ്ഥാപിക്കാൻ, 100 കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഏറ്റവും പെട്ടെന്ന് അതുകൂടി അവിടെ സ്ഥാപിക്കും. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സവിശേഷ ദുരിതാശ്വാസ കേന്ദ്രം കോട്ടത്തറ പഞ്ചായത്തിൽ ഈ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഹ്യൂമൻ വേൾഡ് ഫോർ അനിമൽസ് എന്ന സന്നദ്ധ സംഘടനയുമായി ചേർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിക്രമം നടത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. സർക്കാരിനൊരു പേടിയില്ല. എന്തെല്ലാം അപവാദങ്ങളും തെറ്റായ പ്രചരണങ്ങളും ഈ പ്രവർത്തന കാലയളവിനിടയിൽ നടത്തി. അതെല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനവും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ ഈ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ സർക്കാരിനെതിരായിട്ടുള്ള ആയുധമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ശരിയായൊരു നടപടിയാണോ? കഴിഞ്ഞ ദിവസം അവിടെ സ്ഥലം MLA സന്ദർശിച്ചു നഗരത്തിൽ. വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ A+ സർട്ടിഫിക്കറ്റും കേരളത്തിലെ ഗവൺമെൻറ്റിന് കിട്ടി. അത്രയും സന്തോഷം. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞ കണക്ക് മാത്രം ആർക്കും പിടികിട്ടിയില്ല. ആകെ പണിയാൻ പോകുന്ന വീട് 410. അതിൽ കർണാടക ഗവൺമെൻറ് തന്നതായി അദ്ദേഹം പറഞ്ഞ കണക്ക് 100 വീട്. മുസ്ലിം ലീഗ് ഇവിടെയല്ല മറ്റെവിടെയോ, കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് മറ്റെവിടെയോ പണിതുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വീട് 100.
പിന്നെ എപ്പോഴെങ്കിലും കോൺഗ്രസ് പണിതേക്കാം എന്ന് അദ്ദേഹം കരുതുന്ന വീട് 100, അങ്ങനെ 300 വീട്, 410 സർക്കാർ പണിതത് ഇനി 110 വീട് മാത്രം. എന്തൊരു കണക്കാണ് കണക്ക്. കർണാടക ഗവൺമെൻറ് തന്ന പണം കേരളത്തിലെ ഗവൺമെൻറ് സന്തോഷത്തോടെ സ്വീകരിച്ചു, അവരുടെ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി. ആ പണം പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു പാർട്ടി തന്ന പണമാണ് എന്ന് കരുതാൻ പറ്റുമോ? ഈ ദുരന്തത്തിൽ, വയനാട് ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ കേരളത്തിന് 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സർക്കാർ 10 കോടി രൂപ നൽകിയിട്ടുണ്ട്. രാജസ്ഥാൻ സർക്കാർ 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാർ 100 വീടിൻ്റെ പണം തരാം എന്ന് പറഞ്ഞിരുന്നു. 50 വീടിൻ്റെ പണമായിട്ടുള്ള 10 കോടി രൂപ മാത്രം തന്നു. അതിലും സന്തോഷം, അത്രയേ പണമുള്ളുവെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിച്ചു. ഇതേതെങ്കിലും പാർട്ടി നൽകുന്ന പണമാണ്, ഞങ്ങളിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ടങ്ങ് പറയിപ്പിക്കുകയാണ്. ഇവിടെ പ്രളയമുണ്ടായി, ആന്ധ്ര സർക്കാർ 30 കോടി രൂപയാണ് കേരളത്തിൽ നൽകിയത് 2018 പ്രളയത്തിൽ. ആസാം സർക്കാർ 3 കോടി രൂപയാണ് നൽകിയത്. മണിപ്പൂർ സർക്കാർ 2 കോടി രൂപയാണ് നൽകിയത്. ഇത് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയല്ലേ? കേരളവും ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? കേരളം ഇപ്പോൾ 2019-20 ഒഡീഷയിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ 10 കോടി രൂപ നൽകി. ആസാമിൽ 2020-21 ദുരന്തമുണ്ടായപ്പോൾ 2 കോടി നൽകി. ഇപ്പോൾ 2023-24 ഹിമാചൽ പ്രദേശിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ 7 കോടി നൽകി. തമിഴ്നാട്ടിൽ 2019 ഗജ്ജ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ അതിൻ്റെ റിലീഫ് മെറ്റീരിയൽസിന് വേണ്ടി 18,86,616 രൂപ നൽകി. ഇതൊക്കെ സർക്കാരുകൾ ഒരു ദുരന്തമുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന കാശാണ്. അരിയത്ര എന്ന ചോദ്യത്തിന് അങ്ങായി എന്നാണോ മറുപടി? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ഞത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ നെഞ്ഞത്തെത്തിനാ കയറുന്നത്. നിങ്ങൾ പണം പിരിച്ചതിൻ്റെ കണക്കില്ലെങ്കിൽ, നിങ്ങൾ പണം പിരിച്ചതിൻ്റെ കണക്ക് മുക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ സ്ഥലം മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെൻറ്റിന് നേരെ കയറുന്നതിൻ്റെ പ്രശ്നം എന്താ? ഞങ്ങളാരും അത് പരിശോധിക്കാൻ വരുന്നില്ല. നിങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിന് നിങ്ങളവരോട് സമാധാനം പറയാമെന്നല്ലാതെ ഞങ്ങൾക്കതിലെന്ത് കാര്യം? പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ വെല്ലുവിളിച്ച് തന്നെ സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഗവൺമെൻറ് ഭൂമി നൽകാത്തതിൻ്റെ പേരിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്താത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ കളവാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഭൂമി ഞങ്ങൾക്ക് വീട് പണിയാൻ തരണം എന്ന് ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല, രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും പൊതുസമ്മേളനം നടത്തി പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഭൂമി ഞങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാളും രേഖാമൂലം അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. 100-ൽ കൂടുതൽ ആളുകൾക്ക് പണിയുന്ന വീടുകളുടെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും സ്ഥലം MLA-യും എല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ 2ആണ്. അന്ന് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നത് കുറയ്ക്കാമോ, 5 സെൻറ്റ് എന്ന് പറഞ്ഞത് കൂട്ടാമോ, 2ലും സർക്കാർ തീരുമാനമെടുത്തു. അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം രൂപ വരെ ചെലവ് വരുമെങ്കിലും 20 ലക്ഷം രൂപ സ്പോൺസർമാർ അടച്ചാൽ മതി, ബാക്കി പണം സർക്കാർ എടുക്കാം എന്ന് സർക്കാർ തീരുമാനിച്ചു. 5 സെൻറ്റ് ഭൂമി വെച്ചാണ് കൊടുക്കുന്നത്, അത് വർദ്ധിപ്പിക്കാമോ എന്ന പ്രശ്നം വന്നപ്പോൾ 7 സെൻറ്റ് ഭൂമിയായി അത് വർദ്ധിപ്പിക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകി. ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. ആ ഉറപ്പല്ലാതെ സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീട് പണിയാത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള കളവാണ്. കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഭൂമി പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞ് മേടിച്ചതാണ്. പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞ് ഭൂമി മേടിച്ച സർക്കാരിനോട് പിന്നെ ഞങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിട്ട് തന്നില്ല എന്നൊക്കെ പറയുന്നത് ഉത്തരം മുട്ടുമ്പോഴുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഇത്തരം അപവാദ പ്രചരണങ്ങളെയോ ഇത്തരം ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകളെയോ ഒരു കാരണവശാലും ഭയക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിലുള്ള കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ആശങ്ക പടർത്താവുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നെല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനുവരി ഡിസംബർ അവസാനം വരെ ജീവനോപാധി കൊടുത്ത സംഖ്യ പുതിയ വീട് നിർമ്മിച്ച് കയറിപ്പോകും വരെ, ജീവനോപാധിയാണ് അതിലെ വിഷയം, ജോലി കിട്ടും വരെയാണ് അതിൻ്റെ സഹായം എന്നൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും 9,000 രൂപ എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾക്കൊരു ആശ്വാസമാണ് എന്നുള്ളത് കൊണ്ട് ജനുവരി മാസത്തിൽ കൊടുക്കേണ്ട സംഖ്യ ജനുവരി മാസത്തിൽ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തു തുടങ്ങും. അതിലൊരു ആശങ്കയും വേണ്ട. കേരളത്തിലെ ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകും വരെ വാടകയിൽ ഒരു കുറവും വരില്ല. കച്ചവടക്കാർക്കുള്ള നഷ്ടപരിഹാരം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഗവൺമെൻറ് കൊടുക്കും.
ഇതാണ് വസ്തുത എന്നിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി നടത്താം എന്ന് നിശ്ചയിച്ചത്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇത്തരം വാർത്തകൾ പല ഘട്ടങ്ങളിൽ ബോധപൂർവം പുറത്തു വരുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുകൾക്ക് അനാവശ്യമായ ആശങ്കയുണ്ടാക്കാവുന്ന ഒരു നടപടിയും നടത്തരുത്. നമ്മളെല്ലാവരും കൂടിയാണ് ആ പുനരധിവാസം, അത് ലോകത്തിനു മാതൃകയായി കേരളം നടത്തുന്ന അസാമാന്യമായ ഒരു അനുഭവ പ്രകടനമാണ്. അതിനെ ഏതെങ്കിലും വിധത്തിൽ തളർത്താനുള്ള ഒരു ശ്രമവും നടക്കരുത്. ഏ